യാത്ര പോകുന്ന ആളുകൾ, സോളോ ട്രിപ്പൊക്കെ പോകുന്ന ആളുകൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നല്ല ഒറ്റയ്ക്ക് തന്നെ ഓക്കെ പോയിക്കോളൂ. നമ്മളൊക്കെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സോളോ ട്രിപ്പൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ പോകുന്ന സമയത്ത് പയ്യൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, തൊട്ടടുത്ത് ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കല്ല. എന്തായാലും ആ മാസ്കൊക്കെ ധരിച്ച ആ ഒരു യുവാവ് ട്രിപ്പ് പോകുന്ന ആ പയ്യനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കുക. ട്രിപ്പ് പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കെയർ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇടക്കിടക്ക് ആ പയ്യന് പല കാര്യങ്ങളും ചോദിച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, സമയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയം ചോദിക്കുന്ന സമയത്ത് മറുപടി കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വാച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒറ്റ മൈൻഡൊക്കെ വെച്ചിട്ട് ട്രിപ്പ് പോകുന്ന ആളുകൾ, സോളോ ട്രിപ്പൊക്കെ പോകുമല്ലോ, ആരും വേണ്ട ഒറ്റയ്ക്കന്നെ അങ്ങോട്ട് പോകാമെന്നൊക്കെ തീരുമാനിച്ചിട്ട് പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകും. പല ആളുകളും ഈ കാശ്മീരിലേക്കൊക്കെ ലോങ് ട്രിപ്പ് പോകുന്നത് ട്രെയിനിലും ബസ്സിലൊക്കെയാണ്. നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മുട്ടൻ പണിയാണ് നിങ്ങൾക്ക് കിട്ടുക. കാശ്മീരിലേക്ക് സോളോ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഈ ഒരു പയ്യന് പാക്കേജിലാണ് പോകുന്നത്. ട്രെയിന് ബുക്ക് ചെയ്തു. ഡൽഹി വരെ പയ്യൻ തന്നെ പോകണം. അവിടെ നിന്നാണ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ട്രെയിന് ബുക്ക് ചെയ്തു. ട്രെയിനിൽ കയറി ഇരുന്ന് പോകുന്ന സമയത്ത് യുവാവിന് സംഭവിച്ചൊരു കാര്യമാണ്. വീഡിയോ കാണാം, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പരമാവധി മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ നോക്കുക. അതായത് ആ പയ്യനാണ്, ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ വിൻഡോ സീറ്റിൽ തന്നെ ഇരുന്നു. പയ്യൻ്റെ കയ്യിൽ ബാഗുണ്ട്, കഴുത്തിൽ ഓർണമെൻറ്റ്സ് ഗോൾഡ് എന്തോ ഉണ്ട് തോന്നുന്നു, അതാ ഗോൾഡാണെന്ന് തോന്നുന്നു. എനിവേ എന്ത് ചെയ്യാണ്, പയ്യൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, തൊട്ടടുത്ത് ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കല്ല. എന്തായാലും ആ മാസ്കൊക്കെ ധരിച്ച ആ ഒരു യുവാവ് ട്രിപ്പ് പോകുന്ന ആ പയ്യനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഗോൾഡിനെ പറ്റി ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്, കൂടെ ആരാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാഗിൽ എന്താണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിവേ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന ആ പയ്യൻക്ക് അത്ര സുഖകരമായിട്ട് തോന്നില്ല. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കുക, ഇതല്ല അവൻ്റെ ഉദ്ദേശം. ഒരു റൈറ്റ് മൂമെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ആ പയ്യൻ നിൽക്കുന്നത്. എനിവേ ആ ഒരു പയ്യൻ്റെ മൂമെൻറ്റുകളൊന്നും തന്നെ കംഫർട്ടായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ കുറച്ച് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. എനിവേ സോളോ ട്രിപ്പാണ്, ഒറ്റക്കാണ് പോകുന്നത്, കൂടെ ആരുമില്ല. എന്തായാലും ബാഗുണ്ട്, പേഴ്സുണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, വിലപിടിപ്പുള്ള ക്യാമറകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കുക. ട്രിപ്പ് പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കെയർ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇടക്കിടക്ക് പയ്യന് പല കാര്യങ്ങളും ചോദിച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, സമയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയം ചോദിക്കുന്ന സമയത്ത് മറുപടി കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വാച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില നാറികളുണ്ട്. നമ്മൾ പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടു കൂടിയിട്ട് യാത്ര പോകുന്ന സമയത്ത് തൊട്ടടുത്ത് വന്നിരിക്കും, എന്നിട്ട് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചോദിക്കും. വളരെ ഡിസ്കംഫേർട്ടാണ്, വളരെയധികം നമുക്ക് നോക്കുക. നിങ്ങൾ നോക്കുക ഗൈസ്, നോക്കുക, ഗോൾഡ് തൊട്ട് നോക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ അവൻക്ക് കാര്യം മനസ്സിലായി, ഇത് ഒരു നടക്ക പോകൂല എന്ന് തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാ, സീറ്റ് ബുക്ക് ചെയ്ത് പോയില്ലേ, മാറിയിരിക്കാനും പറ്റില്ല. ബുക്ക് ചെയ്ത് പോകുന്ന സീറ്റുകൾക്കൊക്കെ അങ്ങനെയാണല്ലോ, മാറിയിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. എവിടെയാണ് ബുക്ക് ചെയ്ത് അവിടെ തന്നെ ഇരിക്കണം. ഓക്കെ, നമുക്ക് പരാതിയൊക്കെ കൊടുക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിൻ മൂവിങ്ങിലല്ല കേട്ടോ, ട്രെയിൻ മൂവിങ്ങിലല്ല.
ചില സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ നിർത്തിയ ഒരു സമയത്താണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇനി റെയിൽവേ സ്റ്റേഷനിലുള്ള ക്യാമറയാണോ എന്ന് അറിയില്ല. ഇനി ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ക്യാമറ ആയിരിക്കാം. നമുക്കറിയാം ബസ്സിലൊക്കെ ഇപ്പോൾ ക്യാമറ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ ക്യാമറ ഉണ്ടായിരിക്കാം. എന്തായാലും മുന്നിലിരിക്കുന്ന പാസഞ്ചേഴ്സിനോടൊക്കെ ആ ഒരു പയ്യന്, ട്രിപ്പ് പോകുന്ന പയ്യന് കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് ഇടങ്ങാറാക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വേറെ വഴിയില്ല ഗൈസ്. നിങ്ങളുടെ സാധനം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക, അല്ലാതെ ഇപ്പം എന്താണ് നമ്മൾ പറയാം. എനിവേ ശരിക്കും എന്താ പറയുക, ലോക്കൽ കള്ളനല്ല കേട്ടോ, ലോക്കലായിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരാളല്ല. കാരണം പ്രിപ്പയർ ആയിട്ട് വന്നതാണ്. അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും എടുത്തിട്ടാണ് ആ പയ്യൻ വന്നത്. ഏത് രീതിയിലാണ് അവന് ആ ചെക്കൻ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഓ മൈ ഗോഡ്, എൻ്റെ സെക്കൻഡുകൾ, വിത്തിൻ സെക്കൻഡ്, എനിക്കൊന്നും 1 സെക്കൻഡ് പോലും ആയിട്ടില്ല തോന്നുന്നു, അതിന് മുന്നേ തന്നെ അറ്റാക്ക് ചെയ്ത് സാധനം എടുത്ത് പോയി. മൗത്ത് സ്പ്രേ, മറ്റേ എന്താ പറയുക, ഡിഫൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേ ഉണ്ടല്ലോ, അത് എടുത്ത് അത് അടിച്ചിട്ടാണ് ബാഗ് എടുത്തു, ഓർണമെൻറ്റ്സ് എടുത്തു. നിങ്ങൾ നോക്കുക, സെക്കൻഡുകൾക്കുള്ളിൽ ആ മാല അല്ലെങ്കിൽ ആ ഒരു ഗോൾഡ് പൊട്ടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ്സ് സ്കില്ലഡ് മാൻ. എനിവേ പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. യാത്ര പോകുന്ന ആളുകൾ, സോളോ ട്രിപ്പൊക്കെ പോകുന്ന ആളുകൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നല്ല, ഒറ്റയ്ക്ക് തന്നെ ഓക്കെ പോയിക്കോളൂ. നമ്മളൊക്കെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, സോളോ ട്രിപ്പൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ പോകുന്ന സമയത്ത് എല്ലാ സാധനവും ആരെ കാണിക്കാനാണ്? ഈ ഗോൾഡൊക്കെ എന്തിൻ്റെ ആവശ്യമാണ് കൊണ്ടുപോകാൻ? പല ആളുകളും കൊണ്ടുപോകാറില്ല. ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഗെറ്റപ്പിനൊക്കെ മാലയൊക്കെ എടുത്ത് പോകുന്ന ആളുകളുണ്ട്. നല്ലതല്ല. പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. കേരളം വിട്ട് കഴിഞ്ഞാലുള്ള, കേരളം വിട്ടാൽ എന്നല്ല, നിങ്ങളുടെ ആ ഒരു ഏരിയ വിട്ടാൽ തന്നെ പല ആളുകളും അത് നോട്ട് ചെയ്യും, എടുത്ത് കൊണ്ടുപോകും. ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ഓർണമെൻറ്റ്സ് ഒന്നും കൊണ്ടുപോകാതിരിക്കുക. ട്രിപ്പ് പോകുന്ന ആളുകൾ ഒരിക്കലും ഗോൾഡ് ഓർണമെൻറ്റ്സ്, വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഡയമണ്ട്സ് ഒന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുക, കെയർ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മളോട് ഇടപഴകുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കുക, സ്ട്രേഞ്ചേഴ്സ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതിപ്പോൾ പറയും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്വൈറ്റ് നാച്ചുറൽ കയ്യിൽ നിന്ന് വിട്ടുപോകും. സോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം.